മുട്ട കഴിക്കുന്നതൊക്കെ നല്ലതാണ്. എന്നാൽ മുട്ടയോട് അലർജിയുള്ള ആൾക്കാർക്കോ മുട്ട കഴിക്കുമ്പോൾ ഈ നോർമലായിട്ട് നമ്മൾക്ക് കുറെ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ മുട്ടയോട് അലർജിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് പലതരത്തിലുള്ള ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ നിന്ന് തുടങ്ങി മാരകമായ കണ്ടീഷനായ അനാഫൈലാക്സിസ് പോലുള്ള കണ്ടീഷനിലേക്കും എത്താനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് മുട്ടയോട് അലർജി ഉണ്ടെങ്കിൽ പരമാവധി ഇത്തരം വസ്തുക്കൾ എടുക്കാതിരിക്കുക എന്നാണ് ഇതിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റും ചെയ്യാം. എന്നാൽ ചില ആൾക്കാർക്ക് ബേക്ക്ഡ് ഫുഡ്സ്, മുട്ട കൊണ്ട് ഉണ്ടാക്കിയ ബേക്ക്ഡ് ഫുഡ്സ് കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് മുട്ട പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കുമ്പോൾ ഇതിലെ പ്രോട്ടീന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ചില ആൾക്കാർ കാണാത്തത്. പക്ഷെ ഇത് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. നിങ്ങൾക്ക് ഇത്തരം അലർജീസ് നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതും കൂടെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്.